നിങ്ങളെല്ലാവർക്കും തന്നെ സുപരിചിതമായിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ്, ഫ്രൂട്ട് ഗണത്തിൽപ്പെടുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് നമ്മുടെ സ്വന്തം അനാർ അല്ലെങ്കിൽ മാതള നാരങ്ങ എന്ന് പറയുന്ന ഈ ഫ്രൂട്ട്. പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, രക്തത്തിലെ കൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്. എല്ലാവരും കൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ അനാർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം ആരും ശ്രദ്ധിച്ചിട്ടില്ല അല്ലേ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒരു കലവറ തന്നെയാണ്. വൈറ്റമിൻ എ, വൈറ്റമിൻ കെ, വൈറ്റമിൻ സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് വൈറ്റമിൻസ് ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. അതിനെപ്പറ്റി എല്ലാവർക്കും അറിയില്ല എന്നുള്ളതും വേറൊരു സത്യമാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു 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 ഫ്രൂട്ട് ഗണത്തിൽപ്പെടുന്ന ഒരു കാറ്റഗറിയിൽപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് നമ്മുടെ മാതള നാരങ്ങ. ബ്ലഡ് ഉണ്ടാവാനും ബ്ലഡിൽ നമുക്ക് ഹീമോഗ്ലോബിൻ കൂടുതലായിട്ട് ഉണ്ടാക്കാനും ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉപകാരമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഈ പറയുന്ന മാതള നാരങ്ങ. 21-ാം നൂറ്റാണ്ടോട് കൂടിയിട്ടാണ് നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് ഈ ഒരു ഫ്രൂട്ട് വന്നു തുടങ്ങിയിരിക്കുന്നത്. അതിന് മുമ്പ് തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ആർക്കും അതിനെ പറ്റിയിട്ട് വലിയ അറിവ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവരും സുലഭമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്രൂട്ടാണ് നമ്മുടെ സ്വന്തം മാതള നാരങ്ങ. ഡോക്ടേഴ്സ് എല്ലാ മനുഷ്യരോടും പ്രിസ്ക്രൈബ് ചെയ്ത് വിടുന്ന, അല്ലെങ്കിൽ എല്ലാവരോടും നിർദ്ദേശിച്ചു വിടുന്ന ഒരു ഫ്രൂട്ടാണ് നമ്മുടെ മാതള നാരങ്ങ. അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു രോഗം വന്നാലും പ്രതിരോധ ശക്തി ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ആ പ്രതിരോധ ശക്തി ഉണ്ടാവാൻ ഏറ്റവും നല്ല ഒരു ഫ്രൂട്ടാണ് നമ്മുടെ മാതള നാരങ്ങ. അതിൻ്റെ ഉള്ളിൽ ആൻറ്റി ഓക്സിഡൻസ് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് കാരണം കൊണ്ട് തന്നെ കൊളസ്ട്രോള്, BP, ബ്ലഡ് ഇല്ലായ്മ എന്നീ പ്രശ്നങ്ങളെ പരിഹാരമായിട്ട് നമ്മുടെ ഈ മാതള നാരങ്ങ ഏറ്റവും നല്ലൊരു ഫലമാണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇത് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ വേണ്ട അരുണ രക്താണുക്കൾ, രക്തത്തിന് കളറുണ്ടാക്കുന്ന ഹീമോഗ്ലോബിൻ, ഇതെല്ലാം നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു ഫ്രൂട്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതൊരെണ്ണം വെച്ച് പിടിപ്പിക്കണം എന്ന് തന്നെ വേണം പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് നട്ട് വളർത്തുന്ന സമയത്ത് നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് ഉണ്ടാകത്തുള്ളൂ. അതുകൂടെ ശ്രദ്ധിച്ചോളുക. പിന്നെ ഈ പീരീഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊരെണ്ണം ഉപയോഗിക്കണം. ദിവസം ഒരെണ്ണമെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കപ്പ് എടുത്തു കഴിഞ്ഞാൽ അത്രയെങ്കിലും മതിയാവും. ഇത് പീരീഡ് സംബന്ധമായിട്ട് ഇറഗുലറായിട്ട് പീരീഡ്സ് പ്രോബ്ലംസ് അനുഭവിക്കുന്ന, ബ്ലഡ് ഒരുപാട് നഷ്ടമാകുന്ന സ്ത്രീകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലൊരെണ്ണം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുക തന്നെ ചെയ്യും എന്നുള്ളതാണ് വലിയൊരു കാര്യം. ഇത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട വീടുകളിലെല്ലാം ഇത് കാണും. പക്ഷേ നല്ല വെട്ടമുള്ള, നല്ല വെളിച്ചമുള്ള സ്ഥലങ്ങളിൽ വേണം ഇത് നട്ട് വളർത്താൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു വളമായിട്ട് ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണകപ്പൊടി മാത്രം കൂടുതലായിട്ട് ഇട്ട് കൊടുത്താൽ പോലും ഇത് നല്ല രീതിക്ക് ഉണ്ടാവും. കൂടുതൽ രാസവളങ്ങളൊന്നും ചേർക്കണം എന്നില്ല. പിന്നെ പ്രായമായ സ്ത്രീകൾക്കാണെങ്കിലും അല്ലെങ്കിൽ പ്രായമായ പുരുഷന്മാർക്കാണെങ്കിലും പ്രതിരോധ ശക്തിക്കും നല്ല ഉത്തേജനത്തിനും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പഴം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എപ്പോഴും ബെനിഫിറ്റ് ആയിരിക്കും. പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നം ഇത് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇത് തട്ടിയും മുട്ടിയൊക്കെയാണ് ചിലർ കട്ട് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് കട്ട് ചെയ്യുന്നതിന് തന്നെ ഒരു രീതിയുണ്ട്. ആദ്യം മണ്ടഭാഗം കട്ട് ചെയ്യുക, പിന്നെ എൻ്റെ 4 സൈഡും ജസ്റ്റ് ഒന്ന് പോറുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി കട്ടിയിൽ കത്തി വെച്ചിട്ട് ഒന്ന് പൊളന്ന് വിടുക. അതിനുശേഷം ഒന്ന് പൊളത്തി കഴിഞ്ഞാൽ തന്നെ അത് തുറന്നു വരുന്നതായിരിക്കും. ഇതിൻ്റെ ഉള്ളിലുള്ള എൻ്റെ സീഡോട് കൂടിയിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കുക. എല്ലാവരും ജ്യൂസ് അടിച്ചൊക്കെ കുടിക്കുന്നവരുണ്ട്. ജ്യൂസ് അടിച്ച് കുടിക്കുന്നതിനെക്കാട്ടിൽ എപ്പോഴും നല്ലത് ആ സീഡോടുകൂടി തന്നെ ചവച്ചരിച്ച് കഴിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അങ്ങനെ കഴിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ്, അതിലെ വൈറ്റമിൻസ് എല്ലാം നമുക്ക് ലഭിക്കുകയുള്ളൂ. മാത്രമല്ല, കുട്ടികൾക്കിത് ജ്യൂസ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ, ഇത് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ജ്യൂസ് അടിച്ച് കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവർക്കത് ജ്യൂസായിട്ട് കുടിക്കാമെങ്കിൽ ഓർമ്മശക്തി നല്ലതായിട്ട് ഉണ്ടാകും എന്നുള്ളത് പഠനങ്ങൾ തെളിയിക്കുന്നതാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, പല ഡോക്ടേഴ്സും പറഞ്ഞിട്ട് അനുഭവമുള്ള പേഷ്യൻസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ദിവസവും നിങ്ങൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അത് വാങ്ങിക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും നിങ്ങളിത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
നിങ്ങൾക്കത് ഗുണം ചെയ്യും എന്നുള്ളതാണ്. മറ്റ് ഫ്രൂട്ട്സിൻ്റെ കൂടെയൊക്കെ ഫ്രൂട്ട് സലാഡായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫ്രൂട്ട് സലാഡിൻ്റെ കൂട്ടത്തിലൊക്കെ ഇത് മിക്സ് ചെയ്ത് കുറച്ച് തേനും കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ കൂടെ ആപ്പിൾ നമുക്ക് ഗുണങ്ങളായിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ കൂടെയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ല കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. കഴിവതും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിച്ചിട്ട് നമ്മൾ അത് ജ്യൂസ് അടിച്ച് കഴിക്കാതെ അല്ലാതെ കഴിക്കുക എന്നുള്ളതാണ്. ചവച്ചരച്ച് തന്നെ കഴിക്കണം. പിന്നെ അത് പൊട്ടിക്കുന്ന കൂട്ടത്തിൽ ചിലയിടത്തൊക്കെ അളിഞ്ഞിട്ടൊക്കെയുള്ള പഴങ്ങൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് വയ്ക്കുമ്പോൾ സൂക്ഷിക്കുക, അതിൻ്റെ ഉള്ളിൽ പുഴു വരാനും ചാൻസ് ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തോട് എടുത്തിട്ട് ഉണങ്ങിയിട്ട് അത് പൊടിച്ചിട്ട് നമ്മൾ മുഖത്തൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ മുഖത്തിന് നല്ല പ്രസരിപ്പ് കിട്ടും, അല്ലെങ്കിൽ മുഖത്തിന് കളറൊക്കെ നന്നായിട്ട് കിട്ടും എന്നുള്ള കാര്യങ്ങളും പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. 21-ാം നൂറ്റാണ്ടോടു കൂടിയിട്ടാണ് നമ്മുടെ ഈ സ്ഥലത്തേക്ക് ഇത് കൂടുതലായിട്ടും വന്നു തുടങ്ങിയിരിക്കുന്നത്. ഇത് കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ, അതായത് ഫൈബർ കണ്ടൻസ് കൂടുതലായിട്ടുള്ളതും അതുകൊണ്ടും അതിൻ്റെ ഉള്ളിൽ വെള്ളത്തിൻ്റെ കണ്ടൻസ് ഉള്ളത് കൊണ്ടും തീർച്ചയായിട്ടും കൊളസ്ട്രോൾ സംബന്ധമായിട്ടുള്ള ഹാർട്ട് ഡിസീസിനെ പ്രതിരോധിക്കാൻ ഇത് ഏറ്റവും നല്ലൊരു ഫലമാണ് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കൊളസ്ട്രോള്, പിന്നെ ബി പി കൂടുതലുള്ള ആൾക്കാർ ഇത് ഒരുപാട് ഉപയോഗിക്കരുത് എന്നും ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. അത് എല്ലാവർക്കും പ്രശ്നമില്ല, പക്ഷേ ആ ഡോക്ടേഴ്സിനോടൊക്കെ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് പ്രൈവറ്റ് ഡോക്ടേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിച്ചിട്ട് എത്രയും അളവിൽ കഴിക്കണം എന്നുള്ള കാര്യം ചോദിച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. വൈറ്റമിൻ കെ, വൈറ്റമിൻ എ, വൈറ്റമിൻ സി എന്ന് വേണ്ട ഒരുമാതിരിപ്പെട്ട വൈറ്റമിൻസ് എല്ലാം ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട്. കാണാൻ സംഭവം ഇത്ര ഉള്ളെങ്കിൽ പോലും ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ വലുതാണ്. പ്രായമായ സ്ത്രീകളാണ് കൂടുതലും കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിലൊരു ഉന്മേഷവും ഉത്തേജനവും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരും പ്രായഭേദമന്യേ ഇത് കഴിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ. ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. സോ എല്ലാവരും അത് ഉപയോഗിക്കണം എന്ന് പറയുന്നു. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് കുറച്ച് ദിവസമെങ്കിലും നമുക്ക് ഉപയോഗിക്കാതെ എവിടെയെങ്കിലും വെച്ചിരുന്നാൽ പോലും ഇതിൻ്റെ പുറന്തോട് മാത്രമേ ഉണങ്ങത്തുള്ളൂ. അകത്തുള്ള സീഡ് അല്ലെങ്കിൽ അകത്തുള്ള ആ ഒരു ഫ്രൂട്ടിൻ്റെ ആ ഒരു ചുമന്ന ഭാഗം അതൊരിക്കലും നശിച്ചു പോകില്ല. അത് കുറച്ച് ദിവസങ്ങളും കൂടെ ഒക്കെ ഇരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ മാർക്കറ്റിലുള്ള ആൾക്കാർക്ക് നല്ലതാണ്, അവർക്ക് നഷ്ടമായി ഭവിക്കുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളിത് ഉപയോഗിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ സജഷൻ. തീർച്ചയായിട്ടും സ്ത്രീകൾ, കുട്ടികൾ എന്നുള്ളവർ ഉറപ്പായിട്ടും ഉപയോഗിക്കണം. നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കണ്ടു തുടങ്ങുന്നതായിരിക്കും. പിന്നെ പുരുഷന്മാരും ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. എന്തായാലും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ബ്ലഡിന് അല്ലെങ്കിൽ രക്തക്കുറവുള്ള മനുഷ്യർ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഒരു ലൈക്ക് എനിക്ക് ആവശ്യമാണ്, സബ്സ്ക്രൈബ് ആവശ്യമാണ്, നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.